പ്രസിഡന്റും സേട്ടുജിയും കാണാൻ വന്നിരിക്കുന്നു. സേട്ടുജിക്ക് നമ്മുടെ ഒരു സഹായം ആവശ്യമുണ്ടെന്ന്. എത്ര പണം വേണമെങ്കിലും തരും. എന്താണാവോ? മറ്റൊന്നുമല്ല, ഇവിടെ അന്വേഷണത്തിനായിട്ട് വന്നിരിക്കുന്ന ഇൻസ്പെക്ടറുടെ കാമുകിയില്ലേ സിസിലി, അവളെ സേട്ടുജിക്ക് വേണം. അല്പം റിസ്ക് ആണല്ലോ. എന്ത് റിസ്ക് എടുത്തും അവളെ ഇവിടെ കൊണ്ടുവരണം. സേട്ടുജിയെ കുറിച്ച് വളരെ മോശമായ റിപ്പോർട്ട് അവള് പത്രത്തിൽ എഴുതി. ഓഹോ, അവ എങ്ക இருக்கான்னு எனக்கு தெரியும். അവളെ எனக்கு വേണം. ഏറ്റു. നാളെ അവൾ ഇവിടെ എത്തിയിരിക്കും. പോരെ? താങ്ക് യു. രാമുവിനെ വിട്. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. നടക്ക സെട്ടി. സിസിലി ഇതുവരെ കണ്ടില്ലല്ലോ. വരും. അവളെ ഞാനാ ദേവിയമ്മയുടെ ആശ്രമ പരിസരം ഒന്ന് വീക്ഷിക്കാൻ പറഞ്ഞയച്ചത്. ഒറ്റയ്ക്ക് എന്തായാലും അങ്ങോട്ടേക്ക് അയക്കണ്ടായിരുന്നോ? ഒപ്പം ഞാനും കൂടെ പോയാ വല്ല സംശയം തോന്നുന്നു കരുതിയാ അവളെ തനിയെ വിട്ടത്. ഭവാനിയാണെങ്കിൽ വീട്ടിലേക്കും പോയി. ഇല്ലെങ്കിൽ അവളെ വിട്ടെന്ന് അന്വേഷിപ്പിക്കാമായിരുന്നു. വേണ്ട ചേട്ടാ, ഞാൻ ബൈക്ക് എടുത്ത് പോയി നോക്കിട്ട് വരാം. എങ്കിൽ വേഗം ചെല്ല്. നമുക്ക് നിലാവ് ഉദിക്കുമ്പോ ആ വൃത്തിന്റെ അരികിലേക്ക് പോയേണ്ടതാ. താമസിച്ചാ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പ്രതീക്ഷിച്ചില്ല അല്ലേ? ദേവിയമ്മ. അതെടി, നീയും നിന്റെ കാമുകനും എനിക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇല്ലടി? നിങ്ങളുടെ കള്ളത്തരങ്ങൾ തീർച്ചയായും ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതും. അങ്ങനെ ഒരു വ്യാമോഹം വേണ്ട. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. അധികം ഞെളിയണ്ട. സമയം അടുത്തെത്തിയിരിക്കുന്നു. സേട്ടുജിയെ കുറിച്ച് നീ എഴുതിയ റിപ്പോർട്ടിന് പകരം വീട്ടാൻ സേട്ടുജി തന്നെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ കയ്യിലകപ്പെട്ടു. എന്നിട്ട് ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വരികയാ. ജോസ്, നമ്മൾ തരുന്ന സേട്ടുജി അവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ അവരെ തളയ്ക്കാൻ വേണ്ടത് ചെയ്തില്ലെങ്കിൽ അവരെ രക്ഷപ്പെടും. ഞാൻ ഇപ്പൊ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മെസ്സേജ് കൊടുക്കാം. രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇല്ലാതാക്കാൻ പോലീസ് കാവൽ ഏർപ്പെടുത്താനും പറയാം. രഹസ്യമായി ആശ്രമത്തിലേക്ക് പോകാനുള്ള റൂട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം നിന്നെ ഞാൻ വീട്ടിൽ വിടാം. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സന്യാസിൽ അവിടെ എത്തിക്കോളാം. നീ വേഗം കയറും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ കേൾക്കണം. മഹേന്ദ്രൻ കുഞ്ഞിന്റെ ജന്മം പൈശാചികമാണ്. 75 വർഷങ്ങളിൽ ഒരിക്കൽ ഈ ഭൂലോകത്ത് ഇങ്ങനെ ഒരു ജന്മമുണ്ടാവും. അത് സാത്താന്റെ ജന്മമാണ്. അവൻ ഈ ഭൂലോകം കീഴടക്കി വാഴാൻ വെമ്പൽ കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ദൈവീകമായ ശക്തിയാൽ പല തവണയും അവൻ തോൽക്കുകയാണ് പതിവ്. ഞങ്ങൾക്കുണ്ടായ കുട്ടിയുടെ ദേഹത്ത് എങ്ങനെ സാത്താൻ കയറുന്നത് മനസ്സിലാവുന്നില്ല. പറയാം, അവിടേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളറിയാതെ നിങ്ങൾക്കുണ്ടായ കുട്ടിയുടെ ദേഹത്ത് സാത്താൻ കയറുകയായിരുന്നു. എന്താ സ്വാമി പറയുന്നത്? 10 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നിങ്ങൾ ഓർമ്മിച്ചു നോക്കൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി പങ്കിടാൻ ഊട്ടിക്ക് പോയത് ഓർമ്മയുണ്ടോ? ഓർമ്മിക്കുന്നു. അന്ന് നിങ്ങൾ ഊട്ടിക്ക് പോയത് ഈ ശാന്തിവനം ഗ്രാമത്തിലൂടെയായിരുന്നു. ഈ ഗ്രാമത്തിൽ പണ്ട് ബ്രിട്ടീഷുകാരൻ പണിതിട്ടൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. കൊല്ലും കൊലയും വ്യഭിചാരവും ഒക്കെ നടന്നിരുന്ന ഒരു ബംഗ്ലാവ്.
എത്രയോ യുവതികളുടെ തേങ്ങലുകൾ. ഇവയെല്ലാം അന്നത്തെ സായപ്പന്മാരുടെ ക്രൂരതകളായിരുന്നു. അങ്ങനെ മരിച്ച അനേക ആത്മാക്കളുടെ പ്രേതലോകമായി മാറിയ ആ ബംഗ്ലാവ് അന്ന് നിങ്ങളോടെ എത്തി. ഓർമ്മിച്ചു നോക്കൂ, ശരിയല്ലേ? അന്ന് 3 ദിവസത്തെ ഉപവാസത്തോടു കൂടിയുള്ള മന്ത്രോച്ചാരണങ്ങളുമായി എന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഞാൻ ഈ സംഭവങ്ങൾ മുഴുവൻ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു. അന്ന് മോഹനും മറിയയും ബന്ധപ്പെട്ട ദിവസം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വന്നു കൂടിയത് പിശാചിന്റെ ബീജമായിരുന്നു. അവന്റെ ജന്മോദ്ദേശം മനസ്സിലാക്കിയ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഇവിടെ അവൻ വരുമെന്ന് ഉറപ്പായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇനി ഇതിനൊരു പരിഹാരമാർഗം? പരിഹാരമുണ്ട്, പക്ഷേ അപകടം നിറഞ്ഞതാണ്. ഇന്ന് മിഥുന പഞ്ചമിയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിയോടെ അവനെ തളയ്ക്കാൻ സാധിച്ചാൽ നമുക്ക് മഹേന്ദ്രനെ രക്ഷിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സാത്താനെ തളയ്ക്കാൻ ഞാൻ മാത്രം പോരാ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥനയിലൂടെയും പരിഹാര ക്രിയയിലൂടെയും അവന്റെ ശക്തി കുറച്ചിട്ട് വേണം അവനെ തളയ്ക്കാൻ. ഇല്ലെങ്കിൽ അവൻ എല്ലാവരെയും കൊല്ലും. ഞാനിപ്പോൾ ജപിച്ചു തരുന്ന ഈ ഏലസ് മോഹൻദാസ് ധരിക്കണം. അവൻ അറിഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട. നമുക്കുടനെ അവന്റെ അടുത്തെത്തണം. വരുമോനെ, നമുക്ക് പോവാം. പോകാറായിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടി. എന്താ നിനക്ക് പേടിയില്ലേ? പേടിയോ? എനിക്കോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ പോവാ, എനിക്ക് പേടിയാവുന്നു. അങ്ങനെ പോകാൻ പറ്റില്ല, കൊല്ലാതെ നിന്നെ ഞാൻ വിടില്ല.